ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മെ ആകുലപ്പെടുത്തുന്ന, പലപ്പോഴും കുടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുക. ജീവിത തകർച്ചകളും ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുന്ന നമ്മൾ ചെന്നെത്തുന്ന ഒരു മേഖലയാണ് ശാപത്തിൻ്റെത്. ശാപമാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണമെന്ന് ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ തന്നെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനും ഉത്തരവാദിത്വം ആരിൽ ഏൽപ്പിക്കുമെന്ന് ശങ്ക ഉണ്ടാകുമ്പോഴും ചെന്നെത്താവുന്ന ഒരിടം ശാപമാണ്. നാം അങ്ങനെയാണല്ലോ, ഒന്നുകിൽ പിശാചാണ് കുഴപ്പങ്ങളുടെയൊക്കെ കാരണം, അല്ലെങ്കിൽ പൂർവികമായ ശാപമാണ്. ഇങ്ങനെ മറ്റാരിലെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ച് സ്വന്തം പ്രവൃത്തികളിൽ നിന്ന് തടി തപ്പാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക. ഈ ലോകത്തിൻ്റെ സ്വഭാവം നശ്വരമാണ്. അത് എപ്പോഴും കുഴപ്പങ്ങളിലൂടെ പോകുന്ന ഒന്നാണ്. ഒരിക്കലും സമാന്തരമായൊരു രേഖയല്ല ജീവിതം. അത് കോറിഗേറ്റഡാണ്. എപ്പോഴും തകർച്ചകളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാം. ഉയർച്ച താഴ്ചകളുടെ സമ്മിശ്രമായ ലോകമാണ് നമ്മുടേതെന്ന് തിരിച്ചറിയാതെയും നമ്മൾ ദൈവത്തിനെ ആശ്രയിച്ച് ശക്തി പ്രാപിക്കുകയും ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾ നേരിടുകയുമാണ് വേണ്ടത് എന്ന സത്യത്തെ മറച്ചു വയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ശാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ ഭരിക്കുന്നത്. ദൈവം ശപിക്കുന്നുവെന്ന്, പൂർവികർ ശപിച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ശപിക്കുന്നുവെന്ന്, മറ്റുള്ളവരുടെ ശാപം കൊണ്ടാണ് ജീവിതത്തിൽ ഗുണം പിടിക്കാത്തതെന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും. പഠിച്ചത് ഓർമ്മിക്കാത്തത് ശാപമാണ്, സമ്പത്തുണ്ടാകാത്തത് ശാപം കാരണമാണ്, രോഗം വരുന്നത് ശാപം കാരണമാണ്, സാമ്പത്തിക തകർച്ച ശാപം കാരണമാണ് എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും തകർച്ചകളും വീഴ്ചകളും ഒക്കെ ശാപം കൊണ്ടാണ് എന്ന് ധരിക്കുക സാധാരണമായൊരു പ്രവൃത്തിയാണ്. ഇത് മതഭേദമോ വിശ്വാസഭേദമോ ഒന്നുമില്ലാതെ ലോകത്ത് മനുഷ്യന് നിലനിൽക്കുന്നൊരു കാര്യമാണ്. വാസ്തവത്തിൽ ശാപമുള്ളതാണോ, ശപിച്ചാൽ ഫലിക്കുമോ എന്നതിനെക്കുറിച്ചാണ് പ്രത്യേകമായി നമ്മൾ ചിന്തിക്കുക. ഒരു കാര്യം നാം ഓർക്കണം, നാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ദൈവത്തിൽ നിന്നാണ് നാം വന്നതെങ്കിൽ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ദൈവം ഒരു പദ്ധതി രൂപപ്പെടുത്തി നമ്മെ ഭൂമിയിലേക്ക് അയക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും തിരിച്ചറിയാവുന്നതും തന്നിലേക്ക് എത്തും വരെയുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും ദൈവമാണെങ്കിൽ, നമ്മുടെ ജീവിത പദ്ധതി ദൈവത്തിൻ്റെതാണെങ്കിൽ, എങ്ങനെയാണ് മറ്റൊരാൾക്ക് ശാപം മൂലം നമ്മെ തടയാനാവുക? ദൈവം അയച്ച ഒരു പ്രവൃത്തിയെ മനുഷ്യൻ വാക്കുകൊണ്ട് തടുക്കുമെന്ന് വന്നാൽ മനുഷ്യൻ ദൈവത്തെക്കാൾ വലിയ ആളായില്ലേ? ദൈവം ഭൂമിയിലേക്ക് അനുഗ്രഹിച്ച് വിട്ട ഒരാളെ മനുഷ്യൻ ശപിച്ചതുമൂലം അയാളുടെ ജീവിതം എല്ലാം പ്രതിസന്ധിയിലാകുന്നു എന്നാണ് കരുതുന്നതെങ്കിൽ ഇപ്പോൾ ദൈവം ആരായി? അതുകൊണ്ട് സാമാന്യ യുക്തിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ബോഷ്കെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒരു കാലത്ത് മനുഷ്യനെ നയിച്ച ഒരു വിശ്വാസം എന്ന് കരുതാവുന്ന ശാപത്തെ നമ്മൾ പേറേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. എവിടെ നിന്നാണ് ശാപങ്ങളുടെ കഥ ആരംഭിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്തു, മനുഷ്യനെ ദൈവം ശപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ശാപമൊന്നും നേരിട്ട് പറയുന്നില്ലെങ്കിലും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 19 വരെ തിരുവചനങ്ങൾ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിക്ക് അനുസൃതമായി മനുഷ്യനെ വിധിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണാം. ദൈവം അവിടെ ഹവ്വയോട് പറയുന്നുണ്ട്, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ പ്രസവിക്കും, നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവം പറഞ്ഞ ആ ശാപവാക്കുകൾ ദൈവം യഥാർത്ഥത്തിൽ തുടരുകയല്ല ചെയ്തത്, നിന്നെ രക്ഷിക്കാൻ ഒരാൾ വരുമെന്ന് കൂടെ പറയുകയാണ് ചെയ്തത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുമെന്ന വാഗ്ദാനം യഥാർത്ഥത്തിൽ അവിടെ മുതൽ ആരംഭിക്കുന്നുണ്ട്. ഹവ്വയോട് പറഞ്ഞ ശാപം പരിഹരിക്കപ്പെട്ടൊരു കാര്യമാണ്. അവിടെ പറഞ്ഞു, നീ വേദനയോടെ പ്രസവിക്കും, ഗർഭാരിഷ്ടതകൾ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗർഭാരിഷ്ടത അനുഭവിച്ച, വേദന അനുഭവിച്ച ഒരാളെ നമുക്ക് മറിയത്തിൽ കണ്ടുമുട്ടാൻ പറ്റും. മറിയം പ്രസവത്തോടടുത്ത സമയത്ത് ബദ്ലേഹേമിലേക്ക് പോകുന്നു. അവിടെ ഇടം കിട്ടാതെ സത്രത്തിലൊക്കെ അലഞ്ഞ് അവസാനം ഒരു തൊഴുത്തിലെത്തിച്ചേരുന്നു. വേദനയോടെ അവൾ പ്രസവിക്കുന്നു. അവൾ അങ്ങനെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള ജീവിതം തന്നെ പരിശോധിച്ചാൽ സംശയത്തിന് മുന്നിലുള്ളൊരു ജീവിതം. ബദ്ലേഹേമിൽ എത്തുന്നവരുടെ കാലം നമുക്ക് ആലോചിക്കാം. സുഖകരമായിരുന്നു ജീവിതം. സംശയത്തിന് മുന്നിൽ നിൽക്കുന്നൊരു ബന്ധം. യൗസേപ്പിൻ്റെതല്ല കുഞ്ഞെന്ന് യൗസേപ്പിനറിയാം, പക്ഷെ മറിയം ഗർഭിണിയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഗർഭം ധരിച്ചിട്ടുള്ളതെന്ന് യൗസേപ്പ് ദൂതനിൽ നിന്ന് കേൾക്കുന്നുണ്ട്, മറിയം കേൾക്കുന്നുണ്ട്. പക്ഷെ വെളിപ്പെടുത്താനാവാത്തൊരു കാര്യമാണ്. അങ്ങനെ സംശയത്തിന്റെ മുനയിൽ അവസാനം
വേദനാജനകമായ അന്തരീക്ഷത്തിൽ കിടക്കാൻ ഇടം പോലും കിട്ടാത്തൊരിടത്ത് മറിയത്തിന് കുഞ്ഞിനെ ജനിപ്പിക്കേണ്ടി വരുന്നു. സ്ത്രീയോട് ദൈവം പറഞ്ഞ ഗർഭാരിഷ്ടതകളുടെയും വേദനയുടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുമോ എന്ന് പറഞ്ഞ ശാപം വാസ്തവത്തിൽ മറിയത്തിലൂടെ ദൈവം തന്നെ പരിഹരിക്കുന്നുണ്ട്. യേശു ഭൂമിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഈ വേദനകളിലൂടെയാണ്. ഇനി അടുത്തത് നമുക്ക് കാണാവുന്നത് ആദത്തിനോട് പറയുന്ന കാര്യമാണ്. ആദത്തിനോട് ദൈവം പറഞ്ഞു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും, ഭൂമി ഇനിമേൽ മുള്ളും മുൾച്ചെടികളും മുളപ്പിക്കും, അങ്ങനെ മണ്ണ് ശപിക്കപ്പെട്ടതായി തീരും, നീ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന് ദൈവം ശപിക്കുന്നു. ആ ശാപം വാസ്തവത്തിൽ നീക്കം ചെയ്യപ്പെട്ടു. എവിടെയാണ് ആ ശാപം നീക്കം ചെയ്യപ്പെട്ടത്? നമുക്ക് കാണാം, ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ഈശോയുടെ ശിരസിൽ ഒരു മുൾക്കിരീടമുണ്ട്. ആ മുൾക്കിരീടം എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ശിരസിൽ അണിയിക്കപ്പെട്ടത്? മുള്ളും മുൾച്ചെടികളും മുളപ്പിക്കും എന്ന് പറഞ്ഞത് ആ മുള്ളു സ്വന്തം ശിരസിലേറ്റി ദൈവം അത് തിരികെ സ്വീകരിക്കുന്നു. ഇനി മനുഷ്യനോട് പറഞ്ഞു, നീ അധ്വാനിച്ച് നിന്റെ ഉപജീവനം കഴിക്കും. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 26, 27 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അങ്ങനെ മനുഷ്യനെ ദൈവം പറഞ്ഞ ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. 19-ാം തിരുവചനത്തിൽ നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് തന്നെ പിന്തിരിയുമെന്ന് പറഞ്ഞ ദൈവം മനുഷ്യനെ ഉയർപ്പിക്കുന്നു. സങ്കീർത്തനം 16:10 നമുക്ക് വായിക്കാൻ പറ്റും, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കുകയില്ല, അവൻ അഴുകാൻ ദൈവം സമ്മതിച്ചില്ല. അങ്ങനെ ദൈവം ആദ്യം പറഞ്ഞ വാക്കുകളിൽ ഉണ്ടായ ശാപത്തെ തൻ്റെ തന്നെ പ്രവൃത്തികളിലൂടെ നീക്കിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നീക്കിക്കളഞ്ഞ ദൈവം പിന്നീട് പറയുന്നുണ്ട്, ഉൽപ്പത്തിയിലെ ശാപത്തിന് ശേഷം ദൈവം പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഞാൻ ഭൂമിയെ ശപിക്കില്ല. മനുഷ്യൻ എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവനാണെന്ന് അറിയാവുന്ന ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ 8:21 നോഹയുടെ ബലിയർപ്പണം സ്വീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും മനുഷ്യൻ മൂലം ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല. ദൈവം പറഞ്ഞ വാക്കാണ്, അത് ഓർമ്മ വേണം. ഇനിമേൽ ഞാൻ ഭൂമിയെ ശപിക്കില്ല. മനുഷ്യന്റെ ഹൃദയം തിന്മയിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത്, അവൻ്റെ പ്രവൃത്തികളൊക്കെ തിന്മയാണ്, അവൻ്റെ അന്തരംഗത്തിൽ തിന്മയാണുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കലും ഇനി ഭൂമിയെ നശിപ്പിക്കുകയില്ല, ശപിക്കുകയില്ല. ദൈവം വാസ്തവത്തിൽ മനുഷ്യനെ ശപിക്കുകയാണോ അനുഗ്രഹിക്കുകയാണോ ചെയ്യുക? ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവന് ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അബ്രഹത്തോട് ദൈവം പറഞ്ഞ വാക്ക് നമ്മോടെല്ലാം പറഞ്ഞ വാക്കാണ്. അബ്രഹത്തിലൂടെയാണല്ലോ ക്രിസ്തുവിനെ തന്നെ അവതരിപ്പിക്കുന്നത്. അബ്രഹാമിന്റെ ബലിയർപ്പണത്തിന്റെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ക്രിസ്തു വരുന്നതിന്റെ പിന്നിലുള്ളത്. അപ്രകാരം വാഗ്ദാനം മൂലം അനുഗ്രഹിക്കപ്പെട്ട അബ്രഹാമിന്റെ തുടർച്ചയാണ്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ്, നീ മൂലം മനുഷ്യവംശം മുഴുവനും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. അങ്ങനെ അനുഗ്രഹത്തിന്റെ മക്കളാണ് നമ്മളെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമ്മൾ പലപ്പോഴും ശാപത്തിന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ അബ്രഹാമിന്റെ വാക്ക് കേട്ട് വളർന്ന ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27-29 യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇസ്ഹാക്ക് പറയുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനാകും, നിന്നെ ശപിക്കുന്നവൻ ശപ്തനാകട്ടെ എന്നാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ അനുഗ്രഹീതനാണ്, ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ആ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് നമ്മൾ നാം. എന്താണ് അനുഗ്രഹമെന്ന് കൂടി ചിന്തിക്കണം. അനുഗ്രഹമെന്ന് പറഞ്ഞാൽ കൂടെ വരികയാണ് ദൈവം. അനുഗ്രഹം എന്നതിൻ്റെ അർത്ഥം അതാണ്. ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ ജീവിതത്തിൽ നാം ആർജിക്കുന്ന സമ്പത്തോ ഒക്കെ അനുഗ്രഹമായി നാം തെറ്റിദ്ധരിക്കും. വാസ്തവത്തിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവം കൂടുക എന്നാണ്. ശരീരത്തിൽ ദൈവം കൂടുന്നതിനെ കുറിച്ചായി പറയുന്നത്. എന്നും കൂടെയുള്ള ഒരുവനായിട്ട് ക്രിസ്തു വന്നു. ക്രിസ്തുവിൻ്റെ ജീവിതം യാഗമായി അർപ്പിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്തു. ആ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ പേർന്ന നമ്മൾ വാസ്തവത്തിൽ അനുഗ്രഹീതരാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ ശാപത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പഴയ നിയമം പറയുന്നുണ്ട്. പഴയ നിയമം പറയുന്ന ശാപത്തിൻ്റെ കാര്യങ്ങളെ നാം ഇപ്പോഴും അറിയാതെ ചുമക്കുകയും ചെയ്യും. കാരണം നമുക്കെളുപ്പം നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളുടെയൊക്കെ കാരണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുകയാണ്. അത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെന്നും എൻ്റെ കുഴപ്പം കൊണ്ടല്ലെന്നും എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണെന്നും പറയുന്നതിന് പകരം എൻ്റെ തകർച്ചകളും വീഴ്ചകളും ഒക്കെ മറ്റാരെങ്കിലും എനിക്ക് ആരോപിക്കണം. അവിടെ പൂർവിക ശാപത്തെക്കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. പൂർവിക ശാപം എന്ന് വെച്ചാൽ നമുക്ക് അപ്പനെ അറിയാം, അപ്പാപ്പനെ അറിയാം, മുത്തുപ്പാപ്പനെ തന്നെ നമ്മൾ കണ്ടിട്ടില്ല. മുത്തുപ്പാപ്പൻ്റെ മുത്തുപ്പാപ്പനായാലോ ഇപ്പം 4-ാം തലമുറയിലേക്ക് പോയാൽ നമുക്ക് അയാൾ അറിയില്ല. അവരാകട്ടെ ഇവിടെ വിഗ്രഹാരാധന നടത്തിയിരുന്നവരും ഈ ലോകപ്രകാരം ജീവിച്ചിരുന്നവരുമാണ്. യേശുവിനെ അറിഞ്ഞവരായിരിക്കണമെന്നില്ല.
അപ്പം അങ്ങനെ പൂർവികരായ ആളുകളൊക്കെ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് ശാപത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവരുടെ തലയിൽ കെട്ടിവെക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ ചീത്ത വിളിക്കാൻ പറ്റും. അപ്പനെ ചീത്ത വിളിക്കാൻ പറ്റില്ലല്ലോ, അപ്പാപ്പനെ ചീത്ത വിളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ മുത്തുപ്പാപ്പൻ കുഴപ്പക്കാരനായിരിക്കും, അതിനപ്പുറത്തുള്ള അപ്പാപ്പനും നിശ്ചയമായിട്ടും കുഴപ്പക്കാരനായിരിക്കും. അപ്പോൾ അവരുടെ കുഴപ്പമാണ് എൻ്റെ തകർച്ചയെന്ന് പറഞ്ഞാൽ എനിക്ക് എളുപ്പത്തിൽ ഈ തകർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്താണ് എൻ്റെ പ്രശ്നമെന്ന് തിരിച്ചറിയാതെ ഞാൻ എങ്ങനെയാണ് വിമോചനം പ്രാപിക്കേണ്ടതെന്ന് ചിന്തിക്കാതെ ഈ ഉത്തരവാദിത്വം ആരിലെങ്കിലും കെട്ടിയേൽപ്പിക്കാൻ ഒരു ശ്രമമുണ്ട്. വേറൊരു കാര്യം ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം നമ്മൾ ശുശ്രൂഷകനാണല്ലോ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള ആൾക്ക് വിട്ടുമാറാത്ത രോഗമാണ്, അങ്ങനെയാണല്ലോ. എന്തൊക്കെയാണ് ശാപമായിട്ട് പറയുന്നത്? തുടർച്ചയായുള്ള രോഗങ്ങൾ, തുടർച്ചയായുള്ള തകർച്ചകൾ. അപ്പോൾ തുടർച്ചയായുള്ള രോഗമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നേക്കാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്ന ഒരാൾ നമ്മുടെ അടുത്ത് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ തലയിൽ കൈ വെച്ചിട്ട് കാര്യം നടക്കണില്ലെങ്കിലോ? നമ്മൾ തലയിൽ കൈ വയ്ക്കുന്നു, നമ്മൾ ഭയങ്കര രോഗശാന്തി വിദഗ്ധനാണ്. അപ്പോൾ നമ്മൾ തലയിൽ കൈ വെച്ച് അപ്പം രോഗം മാറണം, മാറിയില്ലെങ്കിൽ നമുക്കതൊരു കുറച്ചില്ല. കർത്താവിന് ക്ഷീണമുണ്ടോന്നല്ല വിഷയം, നമുക്ക് കുറച്ചില്ല. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഉന്നതനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ നമ്മുടെ ഇമേജ് തകരും, ബ്രാൻഡ് തകർന്നു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ തലയിൽ കൈ വെച്ചിട്ട് പറയും, നിങ്ങളുടെ രോഗം പൂർവികമായ ഒരു ശാപത്തിൻ്റെ ഫലമാണ്, അതുകൊണ്ട് എളുപ്പമല്ല അതങ്ങ് പോകാൻ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതങ്ങ് പോകാൻ, അത് പഴയതാ. അങ്ങനെ പറഞ്ഞാൽ നമുക്കിത് ഒഴിവാക്കാം, നമ്മുടെ തലയിൽ നിന്ന് കളയാം. ഇനി വന്ന ആൾക്കാണെങ്കിൽ താൻ ചെയ്തത് ശരിയാകാഞ്ഞ കൊണ്ടാണ് താൻ വീണുപോയെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ ബിസിനസ് തകർന്നത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടത് നോക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അയാൾക്കും ഉടവ് തട്ടരുത്, നമുക്കും കുഴപ്പമുണ്ടാകരുത്. ഇനി ചെയ്യാവുന്ന പരിപാടി എന്താ? ഒന്നുകിൽ പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയുക. ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഉടവില്ലാണ്ട് പറയണമെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ ശാപം കൊണ്ടാണെന്നോ പാപം കൊണ്ടാണെന്നോ പറയുക. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാം. ഇത് എളുപ്പം മാറില്ലെന്ന് പറയാനും വകയായി. കാരണം ഇതങ്ങനെ കൈവച്ചാൽ തീരുന്ന കാര്യമല്ല, 4-5 തലമുറയ്ക്ക് അപ്പുറത്തുനിന്ന് തന്നെ ശാപമാണേ. അപ്പോൾ കൈവപ്പിത്തിരി നീണ്ടു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കഠിനമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു വിടുമ്പോൾ വരുന്ന ആൾക്കൊരു ആശ്വാസമായി, എൻ്റെ കുഴപ്പമല്ലല്ലോ. മാത്രമല്ല അയാൾക്ക് നിരന്തരമായി ഈ കെട്ടിനകത്ത് നിൽക്കാനും പറ്റും. ശാപമാണ്, അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന പഴയ നിയമത്തിൻ്റെ ചായ്ച്ചലുകളുള്ള ശാപത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് എവിടെ നിന്ന് വന്നുവെന്നും എങ്ങനെയൊക്കെയാണ് ഇത് വന്നതെന്നും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശാപത്തെ തിരിച്ചറിയാൻ പറ്റൂ. ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്, ദൈവം അനുഗ്രഹിച്ചവരാണ് നമ്മൾ. നിയമാവർത്തന പുസ്തകത്തിൽ 11:28 അന്യദേവന്മാരുടെ പിന്നാലെ പോയാൽ നിങ്ങളെ ഞാൻ ശപിക്കുമെന്ന് പറയുന്നതായി നമുക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ എന്നെ ആരാധിക്കാതെ അന്യദേവന്മാരെ ആരാധിക്കാൻ പോയാൽ നിങ്ങളെ ഞാൻ ശപിക്കുമെന്നൊരു വാക്യം നമുക്ക് നിയമാവർത്തന ഗ്രന്ഥത്തിൽ കണ്ടെത്താം. നിയമാവർത്തന ഗ്രന്ഥവും പഴയ കാലഘട്ടവും ഒക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അന്ന് മനുഷ്യൻ ചെയ്തിരുന്ന പ്രവൃത്തികളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശപിക്കുക എന്നായിരുന്നു. കൂലിക്ക് ആളെടുത്ത് ശപിപ്പിക്കുന്ന പരിപാടി ഇസ്രായേലിലുണ്ടായിരുന്നു. ഒരാൾ നശിച്ചു കാണാൻ ശാപം ഉതിർക്കുമ്പോൾ, അപ്പോൾ ശാപം ഉതിർക്കുമ്പോൾ ദൈവം കൈവിട്ടു എന്ന് തോന്നലാണ് അന്നുണ്ടായിരുന്നത്. ഇവിടെ ഈ നിയമാവർത്തന ഗ്രന്ഥത്തിലെ വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വ്യക്തമായി പറയുന്നുണ്ടല്ലോ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയില്ല, ശപിക്കും അന്യദേവന്മാരെ നീ ആശ്രയിച്ചതുകൊണ്ട് എന്ന് പറയുമ്പോൾ ദൈവം കൈവിടുമെന്നൊരർത്ഥമാണ് അന്ന് ശാപത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ദൈവം കൈവിട്ടാൽ തകർന്നു പോകും എന്നൊരു വിചാരം ഇസ്രായേലിലുണ്ടായിരുന്നു. വാസ്തവത്തിൽ ദൈവം കൈവിടില്ല എന്നത് പരമാർത്ഥമായിരിക്കെ അന്യദേവന്മാരുടെ പിന്നാലെ പോയാൽ നിങ്ങൾ ശപിക്കപ്പെടും എന്നൊരു താക്കീത് കൊടുത്തുകൊണ്ട് അന്യദേവന്മാരുടെ പുറകെ പോകാനുള്ള അഭിലാഷത്തെ, ആ ഒരു പ്രേരണയെ തടുക്കുകയായിരുന്നു നിയമാവർത്തന ഗ്രന്ഥം ചെയ്തത്. സംഖ്യാപുസ്തകത്തിൽ ബാലാം പ്രവാചകനെ ബാലക് രാജാവ് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ബാലാം പ്രവാചകൻ പറയുന്ന വാക്യം ഓർക്കണം, കർത്താവ് ശപിക്കാത്തവന് ഞാനങ്ങനെ ശപിക്കും, ദൈവം അനുഗ്രഹിച്ച ഇസ്രായേലിനെ ഞാനങ്ങനെ ശപിക്കും. അതുകൊണ്ട് ബാലക്കിൻ്റെ വാക്ക് കേട്ട് പാരിതോഷികങ്ങൾ പ്രതീക്ഷിച്ച് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി ചെല്ലുന്ന ബാലാം പ്രവാചകൻ അദ്ദേഹം അവസാനം ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയാണ്. കാരണം ദൈവം അനുഗ്രഹിച്ചവനെ ആർക്ക് ശപിക്കാൻ കഴിയും? അപ്പോൾ ദൈവം വാസ്തവത്തിൽ നമ്മെ അനുഗ്രഹിക്കുകയാണെന്നും ദൈവത്തിൻ്റെ പ്രീതിപാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, സ്വന്തം പുത്രനെ തന്നെ നമുക്ക് പകരമായിട്ട് ബലിയർപ്പിക്കാൻ മനസ്സ് കാണിച്ച ഒരാളാണ് ദൈവം. നമ്മുടെ കുറവുകളും പോരായ്മകളും പരിഹരിക്കാൻ നമുക്കാകാത്തത് കൊണ്ട് അതിനു പകരം നാം ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ സ്വന്തം പുത്രനെ കുരിശിലർപ്പിക്കാൻ മനസ്സ് കാണിച്ച
പിതാവായ ദൈവം നമ്മെ ശപിക്കുമെന്ന് നാം ചിന്തിക്കുന്നത് വാസ്തവത്തിൽ യുക്തിരഹിതമായൊരു കാര്യമല്ലേ? ദൈവത്തിൻ്റെ നീതിയെ നാം സംശയിക്കുന്നൊരു പ്രവൃത്തിയാണ് ദൈവം നമ്മെ ശപിക്കുമെന്ന ചിന്ത. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുക, കൂടെ വരികയാണ് ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിലൂടെ ദൈവം കൂടെ വന്നു, ദൈവം ശരീരത്തിൽ കൂടി. നമ്മൾ പലപ്പോഴും ചെകുത്താൻ കൂടുന്നവരാണ്, അത് പറയാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ദൈവം കൂടിയവരാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം കൂടിയ മനുഷ്യരെന്നാണ്. എന്താ ദൈവം കൂടിയെന്ന് പറയാത്തത്? കാരണം നമ്മുടെ പ്രവൃത്തികൾ ദൈവോന്മുഖമല്ല, നമ്മുടെ പ്രവൃത്തികൾ സ്നേഹത്തിൽ അധിഷ്ഠിതമല്ല. നമ്മൾ എപ്പോഴൊക്കെ സ്നേഹത്തിൽ അധിഷ്ഠിതമാകുന്നുവോ, കാരുണ്യം പ്രകടിപ്പിക്കുന്നുവോ, അതൊന്നും നമ്മുടെ വ്യക്തിപരമായ കഴിവല്ല, നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ചോദിക്കും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയാണല്ലോ ദൈവം കുരിശിൽ മരിച്ചത്. എല്ലാവരിലേക്കും പ്രേരക പരിശുദ്ധാത്മാവിനെ അവിടെ നയിച്ചിട്ടുണ്ടല്ലോ. സകല മനുഷ്യരും രക്ഷ പ്രാപിച്ചിട്ടുണ്ടല്ലോ, അവരത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. സകല മനുഷ്യരും ക്രിസ്തുവിലാണ്. സകല മനുഷ്യരും ചേർന്ന സാർവത്രിക ഭാവമാണ് യഥാർത്ഥത്തിൽ സഭ. അതുകൊണ്ട് അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റൂ. നമുക്കറിയാം നമ്മൾ മക്കളാണെന്ന്. അത് തിരിച്ചറിയാത്ത ആളുകളുണ്ട്. തിരിച്ചറിഞ്ഞില്ല എന്നതുകൊണ്ട് അവർ മക്കളല്ലാതാകുന്നില്ല. തിരിച്ചറിയുന്ന ദൈവമാണ് എല്ലാവർക്കുമായി ദൈവാത്മാവിന് നൽകുന്നതും എല്ലാവരെയും അനുഗ്രഹിക്കുന്നതും. മനുഷ്യവംശം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി പഴയ നിയമത്തിൽ ശാപങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മെക്കുറിച്ച് തന്നെയല്ലേ എന്നൊരു സംശയം ഉണ്ടാകാം. പലപ്പോഴും നമ്മൾ വചനപ്രഘോഷണ വേദികളിൽ കേൾക്കുന്നതൊക്കെ പഴയ നിയമമാണല്ലോ. ഈ പഴയ നിയമം പറഞ്ഞിട്ടാണല്ലോ ശാപത്തെയും പിശാചിനെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ശാപത്തെക്കുറിച്ച് പറയുന്നത് വാസ്തവത്തിൽ നീതീകരിക്കത്തക്കതാണോ എന്നറിയാൻ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. സംഖ്യാപുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 11 മുതൽ 31 വരെ തിരുവചനങ്ങളിൽ ഭർത്താവ് ഭാര്യയെ സംശയിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇന്നത് അംഗീകരിക്കാൻ പറ്റുമെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ശാപം ഉണ്ടെന്നാണ് പറയണമെങ്കിൽ ഈ നീതിബോധത്തെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അവിടെ എന്താ പറയുന്നത്? സ്ത്രീയെ സംശയിച്ചാൽ ഈ സ്ത്രീക്ക് ഒരു പാനീയം കൊടുക്കും. വലിയ വസ്തുക്കളുമായിട്ടൊക്കെ അർപ്പിക്കാനായിട്ട് പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് പുരോഹിതനൊരു പാനീയം കൊടുക്കും. അത് കഴിച്ചാൽ ഈ സ്ത്രീ എന്തെങ്കിലും വഴിവിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നേരിട്ട് ഭർത്താവ് കണ്ടിട്ടില്ല, വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് നേരിട്ട് ഭർത്താവ് കണ്ടിട്ടില്ല, സാക്ഷികളും എവിഡൻസും ഒന്നുമില്ല, അങ്ങനെ ഒരു സമയത്ത് ഭർത്താവിന് സംശയം ഉണ്ടായാൽ ഭാര്യയെ ഇങ്ങനെ കൊണ്ടുപോകാം പുരോഹിതൻ്റെ അടുത്ത്. എന്നിട്ട് ഒരു ബലി അർപ്പണത്തിനുള്ള വസ്തുക്കൾ കാഴ്ചവെക്കാം. അപ്പോൾ ഈ പുരോഹിതൻ അവൾക്ക് ഒരു കയ്പുനീര് കൊടുക്കും. അത് കുടിച്ചാൽ അവൾക്ക് ഉദരവേദന ഉണ്ടാകുന്നുവെങ്കിൽ അവൾ പാപം ചെയ്തിട്ടുണ്ട്. അവൾക്ക് മഹോദരം വരും, അരക്കെട്ട് ശോഷിക്കും, അവൾ കിടന്ന് നരകിച്ച് മരിക്കും എന്നാണ് പാപം ചെയ്താലുള്ള ഫലമായിട്ട് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ, ഇപ്പം എങ്ങാനും നടക്കുമെന്ന്. 20 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ സംഭവിച്ചതായിട്ട് എനിക്കറിയാം. ഒരു സ്ത്രീയെ ആലപ്പുഴ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തിളച്ച നെയ്യിൽ കൈമുക്കാൻ പ്രേരിപ്പിച്ചു ഭർത്താവിൻ്റെ സംശയത്തിന്. ഒരു പുരുഷാധിപത്യ സമൂഹം ചെയ്ത ഒരു അനീതിയുടെ പ്രക്രിയയാണ് നമ്മളവിടെ കാണുന്നത്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം കൈയാളിയിരുന്ന യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു നീചമായ പ്രവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ സംഖ്യാപുസ്തകത്തിൽ. അപ്പോൾ സംഖ്യാപുസ്തകത്തിലെ ഈ അനീതിയെ നിങ്ങൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശാപത്തെ അംഗീകരിക്കാൻ പറ്റൂ. ശാപം അന്ന് ഇതേപോലെ നിലനിന്നൊരു കാര്യമാണ്. ഇപ്പോഴാകട്ടെ നമുക്ക് നീതിബോധം ഉണ്ടായി, കാര്യകാരണ ബോധം ഉണ്ടായി, നമ്മൾ ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ടു, പുതിയ നിയമത്തിലേക്ക് വന്നു. മാത്രമല്ല ആധുനികതയിലേക്ക് കടന്നു വന്ന് ലോകത്തിൻ്റെ പല കാര്യങ്ങളും തിരിച്ചറിയാൻ നമുക്കിന്ന് കഴിയും. അതുകൊണ്ട് ഇങ്ങനെ സംശയമുള്ള ഭർത്താവ് രോഗിയാണെന്ന് നമുക്കറിയാം, സംശയരോഗം ഉണ്ടെന്ന് നമുക്കറിയാം, നമുക്കതിന് ചികിത്സാ വിധികളുള്ള കാലമാണ്. അപ്പോൾ നമ്മൾ സ്ത്രീയെ കൊണ്ടുപോയി ഇങ്ങനെ കയ്പുനീര് കുടിപ്പിക്കുന്ന കാര്യത്തെ അംഗീകരിക്കൂ? അതേപോലെ പ്രാകൃത സമൂഹത്തിനകത്ത് നിലനിന്നിരുന്ന ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ശാപം. ആ ശാപത്തെ ഇന്ന് നാം ഏറ്റുപിടിക്കുന്നത് നിരർത്ഥകമാണെന്ന് മാത്രമല്ല, അത് അപഹാസ്യവുമാണെന്ന് തിരിച്ചറിയണം. ഇനി അതുകൊണ്ട് മാത്രമല്ല, പഴയ നിയമം തന്നെ തള്ളിക്കളഞ്ഞ കാര്യമാണ്. സങ്കീർത്തനം 150:17 പറയുന്നത് എന്താ? ശപിക്കുക അവനിഷ്ടമായിരുന്നു, ശാപങ്ങൾ അവൻ്റെ മേൽ തന്നെ പതിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. നമ്മുടെ വായിൽ നിരന്തരം ഈ നിഷേധാത്മകമായ കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് തന്നെ ഭാരമായിട്ട് മാറും. എല്ലാവരെയും ശപിക്കുകയും പ്രാകുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ ഹൃദയം എങ്ങനെയിരിക്കും? അത് ഈ തിന്മകൾ കൊണ്ട് നിറഞ്ഞതായി മാറും. അത് അവന് തന്നെയാണ് ഉപദ്രവം ചെയ്യുക, ശപിക്കുന്നവന് തന്നെയാണ് ഉപദ്രവം ചെയ്യുക.
അപ്പോൾ കോപിക്കുമ്പോൾ ആർക്കാണ് കുഴപ്പമുണ്ടാകുക? ഞാൻ നിങ്ങളോട് ഭയങ്കരമായിട്ട് കോപിക്കുന്നു, നിങ്ങൾക്കെന്ത് സംഭവിക്കാനാ? സംഭവിക്കുന്നത് എനിക്ക് തന്നെയാ. എൻ്റെ ശരീരത്താണ് അഡ്രിനാലിൻ കൂടുന്നത്, എൻ്റെ ശരീരത്താണ് വിഷാംശം കൂടുന്നത്, ഞാനാണ് അപകടത്തിൽപ്പെടുക. ശാപവാക്കുകൾ ഉച്ചരിക്കുമ്പോഴും എൻ്റെ മനസ്സ് മലിനമാകാണ്. കേൾക്കുന്നവനല്ല അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത്. കേൾക്കുന്നവൻ്റെ മനസ്സ് ചഞ്ചലമല്ലെങ്കിൽ അവനിത് ബാധകമാകില്ല, അവനിത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒരു ജൽപ്പനമായിട്ട് കരുതി തള്ളാൻ പറ്റും. പറയുന്നവൻ ഈ തിന്മ ഇങ്ങനെ ഹൃദയത്തിനകത്ത് പെരുകി പെരുകി തിന്മയോട് ആഭിമുഖ്യമുള്ളവനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാഷണന്റെ പുസ്തകം രസകരമായൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഒരുവൻ പ്രാർത്ഥിക്കുന്നു, വേറൊരുവൻ ശപിക്കുന്നു. ഏത് സ്വരമാണ് കർത്താവ് കേൾക്കുക? പ്രാർത്ഥിക്കുന്ന സ്വരമാണോ ശപിക്കുന്ന സ്വരമാണോ? അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും നീതീകരിക്കാനാവാത്ത, അല്ലെങ്കിൽ എപ്പോഴും തള്ളിക്കളയപ്പെടുന്ന ഒരു കാര്യമാണ് ശാപവചനങ്ങൾ. ശാപവചനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശക്തിയില്ല എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള പ്രസിദ്ധമായൊരു കാര്യമാണല്ലോ ദാവീദിനെ ഷിമേയ് ശപിക്കുന്നത്. തൻ്റെ മകൻ തന്നെ ഓടിക്കുകയാണ് ദാവീദിനെ. അങ്ങനെ നിരാശ്രയനായി ഓടുന്ന ദാവീദിനെ സാവൂളിൻ്റെ മരണത്തെ ചൊല്ലി ഷിമേയ് ശപിക്കും. ഷിമേയുടെ ബന്ധുവാണ് സാവൂൾ. അപ്പം അതുകൊണ്ട് ശാപവാക്കൾ ഉരുവിടുകയാണ്. അത് കേൾക്കുമ്പോൾ കൂടെയുള്ളവർ ചോദിക്കും, ഈ ചത്ത പട്ടിയുടെ തല വെട്ടിക്കളയട്ടെ. അപ്പോൾ ദാവീദ് പറയും, ആ ബെഞ്ചമിൻ വംശജന ചെയ്തു കൊള്ളട്ടെ. എന്നിട്ട് പറയുന്നത് ഇതാണ്, കർത്താവ് പറഞ്ഞിട്ടാണ് അവൻ ശപിക്കുന്നതെങ്കിലോ? കർത്താവ് പറഞ്ഞിട്ടാണ് അവൻ ശപിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാ എതിർക്കാൻ പറ്റുക? എന്നിട്ട് ദാവീദ് പിന്നെ പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപം ദൈവം എൻ്റെ മേൽ അനുഗ്രഹമാക്കി പകർത്തും. അതുകൊണ്ട് നിങ്ങൾ ആരുടെയെങ്കിലും ശാപവാക്ക് കേട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അവരുടെ ശാപവാക്ക് ദൈവം നമ്മുടെ മേൽ അനുഗ്രഹമായിട്ടായിരിക്കും പകർത്തുക. കാരണം ദൈവം നമ്മുടെ കഷ്ടത കാണുന്നു, നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ കൂടെ വരുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ശാപവാക്കുകൾ ഭയപ്പെടേണ്ടതില്ല. ഇനി ശാപം എങ്ങനെയാണ് നീക്കിയത്? പുതിയ നിയമം എങ്ങനെയാണ് ശാപത്തിൻ്റെ മേൽ വിജയം വരിക്കുന്നത്? ക്രിസ്തുവിൽ എങ്ങനെയാണ് നാം വിമോചിതരായത് എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പഴയ നിയമകാലത്ത് കരുതിയിരുന്നത് മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ്. ശബ്ദരാവിനാണ് കുരിശിൽ തറച്ചു കൊല്ലുക, ഏറ്റവും ശപിക്കപ്പെട്ടവൻ. അങ്ങനെ നിയമാവർത്തനം പറഞ്ഞ ആ ശാപത്തിൽ നിന്ന് നാം വിമോചിതരായത് ക്രിസ്തുവിലൂടെയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം അത് പറയുന്നുണ്ട്. ക്രിസ്തു സ്വയം കുരിശിൽ അർപ്പിച്ചുകൊണ്ട് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന ശാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിൽ നാം വിമോചിതരായെന്നും പഴയ നിയമത്തിന്റെ ശാപത്തിന്റെ എല്ലാ കെട്ടുകളും തീർത്തുവെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ശാപത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ നാം നിഷേധിക്കുകയാണ്. ക്രിസ്തുവിലൂടെ കൈവന്ന വിമോചനത്തെ നാം അംഗീകരിക്കാതിരിക്കുകയാണ്. ഇത് വിശ്വാസവിരുദ്ധമായൊരു കാര്യമാണെന്ന് നാം തിരിച്ചറിയണം. അപ്രകാരം എന്തെങ്കിലും ഒരു ചായ്ച്ചിൽ നമുക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൽ നിറവേറിയ രക്ഷ അംഗീകരിക്കണം. അവൻ ബന്ധിതനായി എന്നതുകൊണ്ട് നമ്മുടെ ബന്ധനങ്ങൾ അഴിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പിശാചിൻ്റെ മേലും പാപത്തിൻ്റെ മേലും ശാപത്തിൻ്റെ മേലും വിജയം നേടിയ ഒരുവൻ നമ്മെ വിമോചിപ്പിക്കുകയും വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്റെ അധ്വാനം കൊണ്ട് നീ ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞ ദൈവം സ്വയം ഭക്ഷണമായി മാറുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 35-ാം തിരുവചനത്തിൽ ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു തന്നെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ എന്നെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് കുരിശിൽ നിറവേറ്റുകയും ഇന്ന് ദിവ്യകാരുണ്യമായി നമുക്ക് നൽകപ്പെടുകയും ചെയ്യുന്നു. അതിലൂടെ തൻ്റെ ശരീരം ഭക്ഷണമായി നൽകുന്ന ദൈവം നമ്മെ ശാപത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ ശാപവിമോചിതരാണ് നമ്മൾ. നമ്മെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടല്ലോ, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ പിന്തിരിയും. അത് സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. ഈ സംഭവം ക്രിസ്തുവിൽ നിറവേറി. യേശു മരിച്ച് അടക്കം ചെയ്യപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. മരിച്ചവൻ ഉയർത്തു. യേശു ക്രിസ്തു അപ്രകാരം ഉയർത്തതുകൊണ്ട് നാമും ഉയർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 15:12 പറയും, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളും ഉയർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉയർപ്പില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ വ്യംഗ്യാർത്ഥം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെന്നാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, ശാപത്തിൽ നിന്ന് ക്രിസ്തുവിൽ നാം വിമോചിതരായിട്ടുണ്ട്. നമ്മുടെ മേൽ ഒരു ശക്തിക്കും അധികാരമില്ല. വെളിപാട് പുസ്തകം 22:3 വ്യക്തമായിട്ട് പറയുകയാണ്, ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. നമ്മളെ ശപിക്കുന്നവരുടെ കാര്യമാണ് ആദ്യം ചിന്തിച്ചത്. മനുഷ്യനെ ശപിക്കുമെന്നാണ്, ശാപമേൽക്കുമെന്നാണ്. കർത്താവ് നമ്മോട് പറയുകയാണ്, ക്രിസ്തു കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് വെളിപാട് ഗ്രന്ഥം 22:3 നമ്മെ ഉറപ്പിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഈ ഭൂമി കാണുന്നത് ഒന്നും ശപിക്കപ്പെട്ടതല്ല, സമസ്തവും വിമോചിതമായിട്ടുണ്ട്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൽ നാം
വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ ഏറ്റുപറയുന്നുവെങ്കിൽ ശാപം എന്ന തിന്മ നീക്കം ചെയ്യപ്പെട്ടുവെന്നും ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ലെന്നും നാം വിശ്വസിക്കണം. അതുകൊണ്ട് റോമർ ലേഖനത്തിൽ നമ്മൾ വായിക്കും, റോമർ ലേഖനം 12:14 പറയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുവിൻ. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? നമ്മെ പീഡിപ്പിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കണം, നമുക്കെതിരായവരെ നമ്മൾ അനുഗ്രഹിക്കണം. 1 പത്രോസ് 3:9 പറയും, ശപിക്കുന്നവരെ ശപിക്കരുത്, നിന്ദനത്തിന് പകരം നിന്ദനം കൊടുക്കരുത്, അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ശാപമെന്ന തിന്മയോ നിഷേധാത്മകമായ ഒരു വാക്കോ നമ്മിൽ നിന്നുണ്ടാകരുത്, അനുഗ്രഹിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുമ്പോഴും അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ നിന്ദിക്കുമ്പോഴും അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. യാക്കോബിന്റെ ലേഖനം 3:9 പറയുന്നുണ്ട്, നിങ്ങൾ ഒരു നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ശപിക്കുകയും ചെയ്യുന്നു. ഒരു ഉറവയിൽ നിന്ന് 2 ധാരകൾ പുറപ്പെടില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ശാപമേൽക്കുമോ എന്നതിന് വളരെ വ്യക്തമായ ഉത്തരം വിശുദ്ധ ഗ്രന്ഥം നൽകുന്നുണ്ട്. അതിന് സാധ്യമല്ല, ശപിക്കപ്പെട്ടതായി ഒന്നുമില്ല. പക്ഷേ ഒരു ശാപവാക്ക് കേട്ടാൽ നിങ്ങൾക്കത് ഫലിക്കുന്നതായി തോന്നുന്നുണ്ടോ? അതിനൊരു കാരണം വിശ്വാസക്കുറവാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസക്കുറവാണ്. രണ്ടാമതൊരു കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ദുർബലതയാണ്. നിങ്ങൾ ഭയക്കുന്നു. ഈ കേട്ട വാക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു അനർത്ഥത്തെയും ഈ ശാപവാക്കുമായി കൂട്ടിക്കെട്ടാൻ നിങ്ങൾ ശ്രമിക്കും. അപ്പോഴാണ് ശാപമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുക. അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുകയും നിരന്തരം ഈ അനുഗ്രഹത്തിൻ്റെ കൂടെയാണെന്ന് തിരിച്ചറിയുകയും ദൈവം കൂടിയവരാണ്, പരിശുദ്ധാത്മാവ് കൂടിയവരാണ് എന്ന ബോധമുണ്ടാകുകയും ചെയ്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഏതൊരു ശാപവാക്കും അനുഗ്രഹമായിട്ട് അനുഭവിക്കാൻ പറ്റും. ഇനി അപ്പനും അമ്മയൊക്കെ ശപിക്കുമെന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ പറയുക. മാതാവിൻ്റെ ശാപം മാതാവ് ശപിക്കുമോ? ഏതെങ്കിലും ഒരു അമ്മ ശപിക്കുമോ? ചിലപ്പോൾ പറഞ്ഞേക്കും, നീ മുണിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞേക്കും, അല്ലെങ്കിൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞേക്കും. പക്ഷെ അത് പറയുമ്പോഴും അവൾക്കത് പറയാൻ സാധ്യമല്ല. ഒരമ്മ എൻ്റെ അടുത്ത് പരാതി പറയാൻ വന്നു. അമ്മയുടെ വയറ്റിലിട്ട് മകൻ ചവിട്ടി. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്, ചവിട്ടി. അവർ പറഞ്ഞത് അവന് സിസേറിയനാണ് പ്രസവിച്ചത്, ആ സ്റ്റിച്ച് വിട്ടുപോകുമെന്നാണ് തോന്നിയത്, അത്രയ്ക്ക് ഉഗ്രം ചവിട്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ ധാർമ്മിക ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു രോഷം ഞാൻ പ്രകടിപ്പിച്ചു. അവനെ വെറുതെ വിടരുത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, ബ്രദറെ അവൻ നല്ല പയ്യനായിരുന്നു ബ്രദറെ, എന്തു പറ്റിയെന്ന് അറിയില്ല എൻ്റെ കൊച്ചിന്. കണ്ടോ, നിസ്സാര സമയം കൊണ്ട് അമ്മ പ്ലേറ്റ് മാറ്റി. എത്ര മോശമാണെന്ന് പറഞ്ഞാലും സ്വന്തം മക്കളെക്കുറിച്ച് അവസാന വാക്ക് അമ്മ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ഒഴുകും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരമ്മ അങ്ങനെ പറയുന്ന വാക്ക് അങ്ങനെ ഫലിക്കുമോ? ഇല്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പനും അമ്മയും നമ്മൾ ജനിപ്പിക്കുകയും ഭൂമിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, ദൈവ പദ്ധതിയാണ് നമ്മൾ. ആ ദൈവ പദ്ധതിയെ മാറ്റാൻ ഭൂമിയിലെ മനുഷ്യൻ്റെ ഒരു വാക്കിനും സാധ്യമല്ല, ഒരു പ്രവൃത്തിക്കും സാധ്യമല്ല. കാരണം അവൻ വരച്ച വരയിലേ നമ്മൾ പോകൂ. ആത്യന്തികമായി നമ്മൾ എത്തിച്ചേരുന്നത് ദൈവത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മേൽ അങ്ങനെ മറ്റുള്ളവർക്ക് അധികാരമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്, ശാപങ്ങൾ ഏൽക്കുമെന്ന് കരുതരുത്. വിശ്വാസക്കുറവുണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടുകയും ഇത്തരം വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ അതൊക്കെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ മനസ്സിൻ്റെ തോന്നലാണ് പലപ്പോഴും ശാപം ഏൽക്കുന്നു എന്ന് കരുതാൻ കാരണമായിട്ടുള്ളത്. ഇനി ആളുകൾക്കുള്ളൊരു ഭയമാണ്, പുരോഹിതൻ ശപിക്കുമെന്ന്. പുരോഹിതൻ ശപിക്കുമോ? പഴയ നിയമത്തിൽ പൗരോഹിത്യം ശാപശേഷിയുള്ളതാണ്, ശപിക്കും. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പൗരോഹിത്യം ഉണ്ടോ? മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. കുരിശിൽ തറച്ചപ്പോൾ താഴെ നിന്ന് തൻ്റെ ചങ്കി കുത്തിയവനെ അനുഗ്രഹിക്കുന്ന, കുരിശിൽ തറച്ചവനെ അറിവില്ലെന്ന് പറയുന്ന, ഒറ്റിക്കൊടുത്തവനെ സ്നേഹിത എന്ന് വിളിക്കുന്ന, തൻ്റെ രക്തം നമ്മുടെ മേൽ തന്നെ ഒഴിച്ചുകൊണ്ട് തെറ്റ് ചെയ്തവരെ വിമോചിപ്പിക്കുന്ന ആ പൗരോഹിത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായ ഒരു പുരോഹിതൻ ശപിക്കും എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിരുദ്ധമായൊരു കാര്യമായിട്ട് മാറും. ഒരിക്കലും ഒരു പുരോഹിതന് നമ്മളെ ശപിക്കാൻ കഴിയില്ല. ഇനി മറ്റുള്ളവരാരെങ്കിലും നിങ്ങളെ ശപിക്കുന്നതായി കേട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവാനുഗ്രഹം നിങ്ങളുടെ അടുത്തെത്തിയെന്നാണ്. ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല, ശാപം നമ്മുടെ മേൽ ഏശുകയില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളും വീഴ്ചകളുമൊക്കെ ശാപത്തിൻ്റെതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എങ്ങനെയാണോ അതിൽ പ്രവൃത്തി മാറ്റം ഉണ്ടാക്കേണ്ടത് അതിനേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ശാപമില്ലെന്നും നാം ശപിക്കപ്പെട്ടവരല്ലെന്നും മറ്റുള്ളവരുടെ ശാപം നമ്മുടെ ജീവിതത്തിന് തടസ്സമായി മാറില്ലെന്നും വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വിശ്വാസ വിരുദ്ധമാണെന്ന് കൂടി നമ്മൾ അറിയണം. ക്രിസ്തുവിൽ നമുക്ക് നാം നേടിത്തന്ന വിമോചനം, ശാപത്തിൽ നിന്നുള്ള വിമോചനം അംഗീകരിക്കാതെ പോകുമ്പോൾ വിശ്വാസത്തിനെതിരായി പോവുകയും നാം രക്ഷയ്ക്ക് എതിരായി നടക്കുകയും ചെയ്യാണ്. ശിരറ്റം പ്രിയപ്പെട്ടവരെ, നമുക്ക് തകർച്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകാം, രോഗങ്ങളുണ്ടാകാം. അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ആദ്യം ഉറപ്പിക്കേണ്ടത്. ദൈവാനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെന്ന് ആദ്യം അംഗീകരിക്കണം. നിങ്ങളെ നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്, നിങ്ങളുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയണം. നിങ്ങളുടെ പ്രവൃത്തികൾ നിശ്ചയമായും വിജയം വരിക്കും. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഒരുവനും തകർന്നു പോവുകയില്ല. കർത്താവ് കൂടെ ഉണ്ട്. ആ കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.